നമ്മളൊക്കെ ക്രിസ്മസ് പപ്പ സാന്താക്ലോസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് പപ്പ സാന്താക്ലോസ് ആണല്ലോ. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരു ഈസ്റ്റർ വെല്ലിപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഒരു ഈസ്റ്റർ വെല്ലിപ്പനെ കുറിച്ചിട്ടാണ്. ചാലക്കുടിക്കാർക്ക് എത്ര പേർക്കാണ് ചാലക്കുടിയിലുള്ള ഈസ്റ്റർ വെല്ലിപ്പനെ അറിയാമെന്നറിയില്ല. പക്ഷേ ഒരുപക്ഷെ ആർക്കും തന്നെ അറിയില്ലായിരിക്കാം. ഞാനാണ് ഈസ്റ്റർ വെല്ലിപ്പൻ എന്നുള്ള പേര് വിളിക്കുന്നത്. ഈസ്റ്റർ വെല്ലിപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അപ്പൻ്റെ പേര് തന്നെയാണ് ഈസ്റ്റർ വെല്ലിപ്പനും ഉള്ളത്. ജോസഫ് എന്നാണ് പേര്. ഈസ്റ്റർ വെല്ലിപ്പൻ എല്ലാ ഈസ്റ്ററിനും ചാലക്കുടിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ മകനായ കുര്യച്ചൻ്റെ വീട്ടിലേക്ക് ഈസ്റ്റർ വെല്ലിപ്പൻ ഇങ്ങനെ ചെല്ലും. എന്തിനാണെന്നറിയാമോ? വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈസ്റ്റർ വെല്ലിപ്പന് അവിടെ കയറാനുള്ള അനുവാദമുള്ളത്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദമുള്ളത്. കുര്യച്ചൻ ഈസ്റ്റർ വെല്ലിപ്പൻ്റെ ഒരേ ഒരു മകനാണ്. ബാക്കിയുള്ളവരെല്ലാം 6 മക്കളാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പെണ്ണുങ്ങളാണ്. അവരും ഈസ്റ്റർ വെല്ലിപ്പനെ വീട്ടിൽ കയറ്റില്ല. പ്രായമായി കഴിഞ്ഞാൽ ഇവരെയൊക്കെ ആരാണ് വീട്ടിൽ കയറുക അല്ലേ? ചാലക്കുടിക്ക് അടുത്ത് ഒരു 30 സെൻറ്റ് സ്ഥലവും പഴകിയൊരു വീടുമുണ്ട്. ആ വീട്ടിലാണ് ഈസ്റ്റർ വെല്ലിപ്പൻ താമസിക്കുന്നത്. ഈസ്റ്റർ വെല്ലിപ്പൻ്റെ പ്രായം 87 വയസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മകൻ്റെ വീട്ടിൽ നിന്ന് 3 അപ്പവും ഒരല്പം പോത്തുകറിയും കഴിക്കുവാനായിട്ട് ഈസ്റ്റർ വെല്ലിപ്പൻ രാവിലെ പള്ളിയിൽ പോകും. എല്ലാ വർഷവും ആ ഇടവകയിലെ പള്ളിയിലാണ് പോകാറുള്ളത്, ഈസ്റ്ററിന് മാത്രം. അവിടെ പള്ളിയിൽ പോയിട്ട് നടന്നാണ് പോകുന്നത്. 4.5 കിലോമീറ്റർ ഉണ്ട്. പതുക്കെ ഓരോ കാൽവെപ്പും വെച്ച് വേണം നടക്കുവാനായിട്ട്. ബസ്സിലൊന്നും കയറാനായിട്ട് ഈസ്റ്റർ വെല്ലിപ്പന് പറ്റത്തില്ല. ഒരു പിടിയുള്ളൊരു വടിയുണ്ട്. ആ വടിയും ഒരു കൈലിമുണ്ടും ഒരു ഷർട്ടും ഇട്ട് തലയിലൊരു തോർത്ത് വട്ടം കെട്ടിയിരിക്കും. അങ്ങനെയാണ് പതുക്കെ നടക്കുന്നത്. വെളുപ്പാങ്കാലത്ത് നടന്നാലേ ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ അവിടെ എത്തത്തുള്ളൂ. അവിടെ ചെന്ന് ആ അപ്പവും പോത്തുകറിയും അവിടെ നിന്ന് കഴിക്കില്ല. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അനുവാദം ഈസ്റ്റർ വെല്ലിപ്പനില്ല. അതൊരു പ്ലാസ്റ്റിക് കൂടിനകത്തോ ഒരു സഞ്ചിക്കകത്തോ ആക്കിയിട്ട് ഈസ്റ്റർ വെല്ലിപ്പൻ വീണ്ടും തിരിച്ചു നടക്കും. വൈകുപാട് വീട്ടിലെത്തിയതിന് ശേഷമാണ് അന്നത്തെ അത്താഴം, അന്നത്തെ ഭക്ഷണം അതാണ്. എന്തുകൊണ്ടാണ് ഈസ്റ്റർ വെല്ലിപ്പനെ കുര്യച്ചനും അല്ലെങ്കിൽ ഭാര്യ ത്രേസ്യാമ്മ ടീച്ചറുടെ കാര്യം എടുത്തു പറയുന്നത്? ടീച്ചറാണ്, HM ആണ്. കുര്യച്ചൻ്റെ പ്രൊഫഷൻ ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. കാരണം അങ്ങനെ എടുത്തു പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് നാണക്കേടായതുകൊണ്ട് കുര്യച്ചൻ്റെ പ്രൊഫഷൻ ഞാനിപ്പോൾ എടുത്ത് പറയാറില്ല. ചാലക്കുടിയിലോ പരിസര പ്രദേശത്തുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുര്യച്ചനൊന്ന് കാണുകയാണെങ്കിൽ ഈ അപ്പാപ്പന് 87 വയസ്സായില്ലേ, ഇനിയെങ്കിലും അയാളെ ഒന്ന് വീട്ടിൽ കയറ്റിയിട്ട്, കുര്യച്ചന് തന്നെ നല്ല പ്രായമുണ്ട്, അപ്പോൾ ഒന്ന് ഉപദേശിച്ചാൽ ഒരുപക്ഷെ നല്ലതായിരിക്കാമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ട്രാവൽസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമുക്കിന്ന് ഈസ്റ്റർ വെല്ലിപ്പൻ്റെ ഈ കാര്യം ഞാനിന്ന് ഈസ്റ്റർ ദിനത്തിൽ പറയുന്നത്, എല്ലാവരും അപ്പനമ്മമാരുമൊക്കെ ഒരുമിച്ച് അപ്പവും പോത്തുകറിയും പന്നിക്കറിയും അല്ലെങ്കിൽ വിഭിന്നമായിട്ടുള്ള ജ്യൂസും അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ കോഴിയിറച്ചിയും കോഴി ബിരിയാണിയും സദ്യയൊക്കെ കഴിക്കുമ്പോഴേക്കും ഇതുപോലെ പല ഈസ്റ്റർ വെല്ലിപ്പന്മാരും അത്താഴപ്പട്ടിണി കിടന്നിട്ട് ഉച്ചയ്ക്ക് ഒരു നേരത്തെ അന്നം കഴിക്കാതെ മക്കളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മക്കൾ ആട്ടിപ്പായച്ച് ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ ശരണാലയത്തിലോ കഴിയുന്ന ധാരാളം ഈസ്റ്റർ വെല്ലിപ്പന്മാരും ഈസ്റ്റർ വെല്ലിമ്മമാരുമുണ്ട്. ഇവിടുത്തെ ഈ ഈസ്റ്റർ വെല്ലിപ്പൻ്റെ പ്രത്യേകത, ഈ എല്ലാ വർഷവും ഈസ്റ്റർ ദിവസം മാത്രം മകൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് അവിടുന്ന് അവർ നൽകുന്ന